നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ റൊട്ടേഷനാണ് ഇപ്പോൾ പഠിക്കുന്നത്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൻ്റെ റൊട്ടേഷൻ അത് പഠിക്കണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം നമ്മൾ ആദ്യം അറിയണം. അതാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഇങ്ങനൊരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്കിതിനൊന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഈ ആക്സിസിൽ വെച്ചിട്ട് ഈ ബോഡിനെ എനിക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യണം. സപ്പോസ് ഞാൻ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഞാൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. ആ റൊട്ടേഷൻ്റെ സ്പീഡ് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഈ ബോഡി എത്ര സ്പീഡിൽ കറങ്ങും എന്നുള്ളത് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഈ ബോഡിയുടെ മാസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? നല്ല ഹെവി ആയിട്ടുള്ള ബോഡി ആണെന്നുണ്ടെങ്കിൽ അത്ര സ്പീഡിൽ കറങ്ങില്ല. മാസിന് റൂളുണ്ട്. അതുമാത്രമല്ല, ഈ ബോഡി ഓരോ പോയിൻ്റ് മാസും ഇതിനകത്തുള്ള ഈ ബോഡിക്കകത്തുള്ള ഓരോ പോയിൻറ്റിനും മാസ് ഉണ്ടല്ലോ. ഈ ഓരോ പോയിൻ്റ് മാസും ഈ ആക്സിസിൽ നിന്ന് എത്രത്തോളം അകലെയാണ് ഇരിക്കണേന്നുള്ളതിനും റോളുണ്ട്. ശരിയല്ലേ? ഈ മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും റോളുണ്ട്. വളരെ നാരോ ആയിട്ടിരിക്കുന്ന ഒരു ബോഡിയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് വ്യത്യാസം ഉണ്ടാവും. ഇത് കറങ്ങുന്ന സ്പീഡായിരിക്കില്ല ഇത് കറങ്ങുന്നത്. അവിടുത്തെ അത്രയ്ക്കും വൈഡല്ല ഇത്. ചിലപ്പോൾ അതേ മാസ് തന്നെയായിരിക്കും ഇതിനുണ്ടാവുക. പക്ഷെ അത് കറങ്ങുന്ന സ്പീഡായിരിക്കില്ല ഇത് കറങ്ങുന്നത്. ശരിയല്ലേ? ഇവിടെ ഞാനൊരു 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ട് ഞാൻ ഇതിനെ കറക്കാൻ നോക്കുകയാണ്. ഇത് പക്ഷെ പതുക്കെ ആയിരിക്കും കറങ്ങുക. ഇതാണെങ്കിൽ അതിനേക്കാൾ ഫാസ്റ്റായിട്ട് കറങ്ങും. അപ്പം മാസിന് മാത്രമല്ല റോള്, ഈ ബോഡിക്കകത്തുള്ള ഓരോ പോയിൻ്റ് മാസുകളും ഈ ആക്സിസിൽ നിന്ന് എത്രത്തോളം അകലത്തിലാണ് എന്നുള്ളതിനും ഒരു റോളുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ആക്സിസിൽ നിന്ന് അത്ര അകലെയൊന്നുമല്ല ഓരോ പോയിൻ്റ് മാസും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തന്നത്, ഇതിനെ ഞാൻ കറക്കാൻ നോക്കുമ്പോൾ ഇത് എത്ര സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും എന്നുള്ളത് ഇതിൻ്റെ മാസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇതിനകത്തുള്ള ഓരോ പോയിൻ്റ് മാസുകളും ആക്സിസിൽ നിന്ന് എത്രത്തോളം അകലെയാണ് എന്നുള്ളതിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടേമാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഈ ടേം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്ര സ്പീഡിൽ കറങ്ങും, എത്ര ആംഗുലർ ആക്സലറേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളെല്ലാം ഫോർമുല ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം നമ്മളപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതാദ്യം നമ്മൾ ബൈ ഹാർട്ടാക്കി വെക്കുക. അതിൻ്റെ അപ്ലിക്കേഷൻസ് നമ്മൾ പിന്നീടാണ് പഠിക്കുന്നത്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എത്ര സ്പീഡിൽ ഒരു ഫോഴ്സ് കൊടുത്താൽ എത്ര സ്പീഡിൽ കറങ്ങും, എത്ര ആംഗുലർ ആക്സലറേഷൻ കിട്ടും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഫോർമുലനെ പറ്റി ആലോചിക്കേണ്ട, അതിൻ്റെ അപ്ലിക്കേഷൻസ് പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഫോർമുല ഞാൻ പറയാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മളെ കയ്യിലൊരു ബോഡി ഇരിപ്പുണ്ട്. ഈ ആക്സിസിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം. ശരിയാണോ? ഓക്കെ ആണോ? അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് മാസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓരോ പോയിൻ്റ് മാസും ആക്സിസിൽ നിന്ന് എത്രത്തോളം അകലെയാണെന്നുള്ളതിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ആളാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഇപ്പോൾ ഇതിനകത്തുള്ള ഓരോ പോയിൻ്റ് മാസുകളും കുറേ ഉണ്ട്. ഏതൊരു പോയിൻ്റ് എടുത്താലും അതിനൊരു മാസ് ഉണ്ടാവുമല്ലോ. സപ്പോസ് ഇതിനകത്തുള്ളൊരു പോയിൻ്റ് മാസാണ് M1 എന്ന് വിചാരിക്കുക. ഒരു ചെറിയൊരു പോയിൻ്റ് എടുത്താൽ അതിനൊരു മാസ് ഉണ്ട്. ആ M1 ഈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, സപ്പോസ് ആ പോയിൻ്റ് മാസ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് R1 ആണെന്ന് വിചാരിക്കുക. അതേപോലെ വേറൊരു മാസ് ഉണ്ട്, പോയിൻ്റ് മാസ് ഉണ്ട് M2. അത് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് R2 ആണ്. ഒരുപാട് പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് 2-3 പറയുന്നുള്ളൂ. M3 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് മാസ് ഉണ്ട് ഈ ബോഡിയിൽ. അത് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് R3 ആണ്. അങ്ങനെ M4, M5 എക്സെട്ര എല്ലാവരും കൂടിയും കൺസിഡർ ചെയ്യുക. ഈ ബോഡിക്കകത്തുള്ള ഓരോ പോയിൻറ്റും മാസ് ഉണ്ട്. അപ്പോൾ ഓരോ പോയിൻ്റ് മാസും ആക്സിസിൽ നിന്നൊരു അകലെയായിരിക്കുമല്ലോ, അല്ലേ? അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് റൊട്ടേറ്റിംഗ് ബോഡി ഈസ് ഡിനോട്ടഡ് ബൈ I. Moment of inertia defined only for the rotating body. Moment of inertia I is defined as, ഓരോ മാസും ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് നോട്ട് ചെയ്തിട്ട് ഓരോ മാസും സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ഈച്ച് മാസ് മൾട്ടിപ്ലൈ വിത്ത് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. എന്നിട്ട് ഓരോന്നും ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം. നമുക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതറിഞ്ഞാൽ
ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്പീഡും ആക്സിലറേഷനും എല്ലാം കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ m2r2², അതേപോലെ അടുത്ത മാസം എടുക്കുക m3r3². അങ്ങനെ ഈ ബോഡിയിൽ എടുക്കാൻ പറ്റാവുന്ന എല്ലാ മാസവും ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും എടുക്കാം. എന്നിട്ട് അതിൻ്റെ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. അങ്ങനെ എല്ലാ മാസിനെയും കൺസിഡർ ചെയ്യുക, ഒരാളെ പോലും ഒഴിവാക്കാതെ. ഈ ബോഡിക്കകത്തുള്ള ഫുൾ മാസ് പോയിൻറ്റ് മാസ് എടുക്കുക, ഇങ്ങനെ ആഡ് ചെയ്ത് പോവുക. ഇതിനെ പറയുന്ന പേരാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, അപ്പോൾ ഈ ബോഡിയും നമുക്ക് ആക്സിസും തന്നു കഴിഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് എളുപ്പമാണല്ലോ. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, r², ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ മീറ്റർ². ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ജനറൽ ഫോർമുലയാണ്. പിന്നെ ചില സ്പെസിഫിക് ഒബ്ജക്ട്സിനുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഫോർമുല ഡയറക്റ്റ് ആയിട്ടുണ്ട്. ജനറൽ ആയിട്ടുള്ള ഫോർമുല, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഒരു ജനറൽ ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിനോട്ടഡ് ബൈ I. ഓക്കെ.